സുരേഷ് ഗോപി ഇത്ര കാലമായിട്ടും മന്ത്രി ആണ് എന്നോ അതോ ജനങ്ങളെ സേവിക്കാനുള്ള ജനാധിപത്യ പ്രതിനിധിയാണെന്നോ ഉള്ള യാതൊരു മാറ്റവും സ്വന്തം ക്യാരക്ടറിൽ മാറ്റിയിട്ടില്ല എന്ന് തെളിയിച്ചുകൊണ്ടേയിരിക്കുകയാണ്. സഹായം തേടിയെത്തുന്നവരെ അടച്ചാക്ഷേപിക്കുന്ന സുരേഷ് ഗോപി ഇന്ന് BJP-യുടെ ഒരു പൊതുചടങ്ങ് എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു ചടങ്ങിൽ തൃപ്പൂണിത്തുറയിൽ വെച്ച് അതിഗംഭീരമായ ഒരു പ്രസംഗം നടത്തി. പ്രസംഗം എന്ന് പറഞ്ഞാൽ എയിംസ് കേരളത്തിൽ വരുമോ വരില്ലയോ എന്നാണ്. ചിലർ പറയുന്നു തൃശ്ശൂരിൽ വേണമെന്ന്, ചിലർ പറയുന്നു ആലപ്പുഴ അല്ലെങ്കിൽ എറണാകുളം. അങ്ങനെ പല തരത്തിൽ പല ജില്ലകളിൽ എയിംസ് വരുമെന്ന പ്രഖ്യാപനമാണ് BJP-യിലെ ചില നേതാക്കൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. തൃശ്ശൂരിൽ നിന്ന് ജയിപ്പിച്ചു വിട്ട ആളുകൾ സുരേഷ് ഗോപിയോട് പറയുന്നു തൃശ്ശൂരിൽ എയിംസ് വേണം. ആലപ്പുഴയിൽ വരുമെന്ന് സുരേഷ് ഗോപി പറയുന്നു, അല്ല കൊല്ലത്ത് വേണമെന്ന് മറ്റു ചിലർ. അങ്ങനെ അവകാശവാദം മുറുകുകയാണ്. ഇത് അനുവദിക്കേണ്ടത് കേന്ദ്ര സർക്കാരാണ്. അവരാണ് അതിന്റെ നടപടിക്രമങ്ങൾ ചെയ്യേണ്ടത്. എറണാകുളത്താണെങ്കിൽ സംസ്ഥാനത്തിന്റെ രണ്ട് ഭാഗത്തു നിന്നും മധ്യ കേരളത്തിലാകുമ്പോൾ വടക്കൻ കേരളത്തിൽ നിന്നും തെക്കൻ കേരളത്തിൽ നിന്നുമുള്ള വ്യക്തികൾക്ക്, രോഗികൾക്ക് അവിടെ ചികിത്സ നേടാമെന്നൊരു ആശ്വാസവാചകവും ചില ആളുകൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഇത് ആണ് അതിന്റെ വസ്തുത. പക്ഷെ സുരേഷ് ഗോപി പറയുകയാണ്, എടാ മറ്റേ മോനെ, എയിംസ് ഇവിടെ വരിക തന്നെ ചെയ്യുമെന്നാണ് സുരേഷ് ഗോപിയുടെ ആക്രോശം. തനി മോശം ഭാഷ. സിനിമയിലെ ഏതെങ്കിലും കഥാപാത്രങ്ങൾ, വില്ലൻ കഥാപാത്രമോ നായക കഥാപാത്രമോ ഒരു പക്ഷേ എങ്കിൽ ഇങ്ങനെയൊക്കെ പറയാം. ബുൾഷെറ്റ് എന്നൊക്കെ സുരേഷ് ഗോപി പണ്ട് അലറിയ വെള്ളിത്തിരയിലെ ഞെട്ടിക്കുന്ന സീനൊക്കെ നമുക്ക് ഓർമ്മ വരും. ഇപ്പോൾ പൊതുവേദിയിൽ അദ്ദേഹം ചെയ്യുന്നത്. അദ്ദേഹം എന്തൊക്കെയാണ് ചെയ്തതെന്ന് ജസ്റ്റ് ഒന്ന് നമുക്ക് പരിശോധിച്ച് നോക്കണം. ഒന്ന്, പൊതുവേദിയിൽ എല്ലാവരും ഇരിക്കുന്നിടത്ത് ഞാൻ ഇരിക്കില്ല. പിന്നെ ഭക്ഷണത്തിന് പപ്പടം ആദ്യം വേണം. പിന്നെ നിവേദനവുമായി ചെന്ന വാർദ്ധക്യത്തിൽപ്പെട്ട പാവമനുഷ്യൻ നിവേദനവുമായി ചെന്നപ്പോൾ അയാളെ ഇത് എന്റെ പണിയല്ല, പിണറായിയെയും ഗോവിന്ദനെയും പോയി കാണുമെന്ന് അടച്ചാക്ഷേപിക്കുക. വികലാംഗനായ ഒരാൾ നിവേദനം കൊടുക്കാൻ വന്നപ്പോൾ അതും എന്റെ പണിയല്ല എന്ന് പറഞ്ഞ് അയക്കുക. അങ്ങനെ എന്തൊക്കെ കൊള്ളരുതായ്മ ഒരു മന്ത്രിക്ക് കാണിക്കാമോ, എന്തൊക്കെ ജനകീയമല്ലാത്ത കാര്യങ്ങൾ, മാനവികമല്ലാത്ത കാര്യങ്ങൾ കാണിച്ചു കൂട്ടാമോ, അതെല്ലാം സുരേഷ് ഗോപി വെടിപ്പിന് ചെയ്യുന്നുണ്ട്. എന്നിട്ടും സുരേഷ് ഗോപിയെ തലയിലേറ്റി നടക്കുകയാണ് കുറെ ആളുകൾ. സുരേഷ് ഗോപി എന്തോ വലിയ സംഭവം പോലെയാണ്. ജനാധിപത്യ പ്രക്രിയയിൽ അടുത്ത തവണ ഇലക്ഷന് നിന്നാൽ അയാൾ അഡ്രസ് ഇല്ലാതെ പോകും. കാരണം അത്രമാത്രം ജനവിരുദ്ധമായ പ്രവർത്തനങ്ങളാണ് സുരേഷ് ഗോപി കാഴ്ചവെക്കുന്നത്. സുരേഷ് ഗോപി ഇപ്പോൾ പറയുന്നത് 1ഉം 2ഉം ജില്ലകളല്ല കേന്ദ്ര സർക്കാർ ചോദിച്ചത് 5ഓ 6ഓ ജില്ലകളുടെ ഒരു പട്ടിക സംസ്ഥാനം കൊടുക്കണം. കൊടുക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ, ആർക്ക്, കേരളത്തിന് കൊടുക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഈ എയിംസ് ഒക്കെ എന്നേ സാധ്യമായേനെ. താങ്കളുടെ പാർട്ടിയും താങ്കളുമൊക്കെ ഈ ഗീർവാണം മുഴക്കിക്കൊണ്ട് നടക്കാതെ അത് ഏതെങ്കിലും ഒരു ജില്ലയിൽ സ്ഥാപിക്കാനുള്ള അല്ലെങ്കിൽ അത് നടപ്പിലാക്കാനുള്ള വഴിയാണ് നോക്കേണ്ടത്. അല്ലാതെ അതിനും ഇങ്ങോട്ട് കേരള സർക്കാരിനെ 4 ചീത്ത പറഞ്ഞു കളയാം, മറ്റേ മോനെ വിമർശിക്കുന്നവർ വിമർശിക്കട്ടെ, അത് നിങ്ങളുടെ DNA പ്രശ്നമാണ് എന്നൊക്കെ മോശം വാക്ക് പറഞ്ഞ്, അധിക്ഷേപ വാക്കുകൾ പറഞ്ഞ് കേരളത്തിലെ ജനതയെയും കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടി നേതാക്കളെയും, അതായത് നിങ്ങളുടെ രാഷ്ട്രീയം ഉൾക്കൊള്ളാത്ത മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ, അവരെയും ഇങ്ങനെ മോശം വാക്കുകൾ പറഞ്ഞ് ചിത്രീകരിക്കുന്ന അപമാനകരമാണ്. എനിക്ക് തോന്നുന്നു BJP-ക്ക് തന്നെ അപമാനകരമാണ്. മുമ്പ് K. സുരേന്ദ്രൻ സംസ്ഥാന പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ സുരേഷ് ഗോപി ആ ഭാഗത്തേക്ക് അടുപ്പിക്കില്ലായിരുന്നു. ഇപ്പോ രാജീവ് ചന്ദ്രശേഖർജി വന്നപ്പോൾ സുരേഷ് ഗോപിക്ക് അവിടെ ഒരു സീറ്റൊക്കെ ഉണ്ട് എന്നാണ് കേട്ടറിവ്. ഏതായാലും നമുക്ക് കണ്ടറിയാൻ പറ്റുകയില്ല. അങ്ങോട്ടൊന്നും ഇപ്പോൾ നമുക്കൊന്നും പ്രവേശനവും ലഭിക്കാറില്ല. അത്രമാത്രം വലിയ സെറ്റപ്പിലാണ്, ബന്ധവസിലാണ് BJP-യുടെ ഭരണ മുന്നേറ്റങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും സുരേഷ് ഗോപി മറ്റേ മോനെ എന്ന് പുലഭ്യം പറഞ്ഞതൊന്നും ജനാധിപത്യത്തിന് നിരക്കുന്നതല്ല എന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല.